Dear students, let us study spectrophotometry and colorimetry today. First, colorimetry. Colorimetry, the word means measurement of color. The variation of the color of a solution with a change in concentration. Variation of a color of solution with a change in concentration form the basis of colorimetric analysis. Colorimetry is concerned with the determination of the concentration of a substance by measurement of the relative absorption of light with respect to a known concentration of the substance. Appo namukku oru unknown concentration ulla solution concentration നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഒരു നോൺ കോൺസെൻട്രേഷൻ ഉള്ള സബ്സ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. That is, colorimetry is concerned with the determination of the concentration of a substance by measurement of the relative absorbance of light with respect to a known concentration of the substance. മനസ്സിലായല്ലോ? ഇനി colorimetry is a widely used method for determining the concentration of the compounds. Concentration measure ചെയ്യാനായിട്ട് most widely use ചെയ്യുന്ന ഒരു മെത്തേഡാണ് colorimetry. It is based on the principle that when white light pass through a colored solution, some of the wavelengths are absorbed than the others. ഒരു വൈറ്റ് ലൈറ്റ് നമ്മളൊരു സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ ചില വേവ് ലെങ്ത് മാത്രം ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടും. ഇനി നമുക്കിവിടെ കളേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ എല്ലാ സൊല്യൂഷനും കളേർഡ് സൊല്യൂഷൻ ആയിരിക്കണമെന്നില്ല. കളേർഡ് സൊല്യൂഷൻ ആണ് നമുക്ക് കളറിമെട്രി വഴി അതിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എല്ലാ സബ്സ്റ്റൻസുകളും കളേർഡ് അല്ലല്ലോ. അപ്പം മെനി കോമ്പൗണ്ട്സ് ആർ നോട്ട് ദംസെൽസ് കളേർഡ് ബട്ട് ക്യാൻ ബി മെയ്ഡ് ടു അബ്സോർബ് ലൈറ്റ് ഇൻ വിസിബിൾ റീജിയൻ ബൈ റിയാക്ഷൻ വിത്ത് സ്യൂട്ടബിൾ റിയേജൻസ്. അപ്പൊ അങ്ങനെയുള്ള കളർ ഇല്ലാത്ത കോമ്പൗണ്ട്സിൽ നമുക്ക് കളറിമെട്രി വഴി കോൺസെൻട്രേഷൻ മെഷർ ചെയ്യണമെന്നുള്ളപ്പം നമ്മൾ അതിനകത്തിലോട്ട് സ്യൂട്ടബിൾ കളറിംഗ് റിയേജൻസ് ചേർത്ത് ഒരു കളർ ഡെവലപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് അപ്പം ആ സൊല്യൂഷൻ അങ്ങനെ കളർ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അബ്സോർബ് ലൈറ്റ് ഇൻ ദ വിസിബിൾ റീജിയൻ. ഓക്കെ, ദ കളറിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു മെത്തേഡാണ്. വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലുള്ള സബ്സ്റ്റൻസിനെ പോലും ഇത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ the depth of the color is proportional to the concentration of the compound being measured. അപ്പൊ നമ്മുടെ ആ കളർ ഇന്റൻസിറ്റി നോക്കിയാൽ അല്ലെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്താൽ ആ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് മനസ്സിലാകുന്നത്. The amount of light absorbed is proportional to the intensity of the color and hence to the concentration. ഇനി ഈ കളറിമെട്രിയിൽ നമ്മൾ കളറിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ ഇന്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കളറിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് കളറിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് അറ്റ് എ ടൈമില് നമ്മുടെ സാമ്പിൾ സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കളറിമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പെക്ട്രോഫോട്ടോമെട്രി. Spectrophotometry is a method to measure how much a chemical substance absorbs light by measuring the intensity of the light as a beam of light passes through the sample solution. മറ്റേ കളറിമെട്രിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ കൂടെ അല്ലെങ്കിൽ ഒരു സാമ്പിൾ സൊല്യൂഷനിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുമ്പം എന്തുമാത്രം ലൈറ്റ് അത് അബ്സോർബ് ചെയ്യുന്നു, ഒന്നുകിൽ ആ അബ്സോർബ് ചെയ്ത ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അവിടെ പ്രസന്റ് ആയിരുന്നത്. ഇനി സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ക്യാൻ മെഷർ ദി ലൈറ്റ് ബീംസ് ഇന്റൻസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത്. അതിനെയാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞത്. കളറിമെട്രിയിൽ കളറിമീറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. A spectrophotometer measures either the amount of light reflected from the sample or the amount of light that is absorbed by the sample. അപ്പം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ മെഷർ ചെയ്യുന്നത് ഒന്നുകിൽ സാമ്പിൾ റിഫ്ലക്ട് ചെയ്ത് വിട്ട ലൈറ്റിനെയോ അല്ലെങ്കിൽ സാമ്പിൾ അബ്സോർബ് ചെയ്ത ലൈറ്റിനെയോ ആയിരിക്കും.
അത്രയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ എല്ലാ സബ്സ്റ്റൻസും ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള വേവ് ലെങ്തിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഏത് സബ്സ്റ്റൻസ് ആണ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെയോ അല്ലെങ്കിൽ അബ്സോർബ്ഡ് ലൈറ്റിന്റെയോ ഇന്റൻസിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് മനസ്സിലാകും. ഇനി ഇതിന്റെ രണ്ടിന്റെയും തിയറി ഒന്ന് തന്നെയാണ്. കളറിമെട്രിയുടെ ആണെങ്കിലും സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ ആണെങ്കിലും തിയറി നമുക്ക് നോക്കാം. നോക്കിക്കോ, വെൻ എ ലൈറ്റ് ഫോൾസ് അപ്പോൺ എ ഹോമോജീനസ് മീഡിയം, ഒരു മീഡിയത്തിനകത്തിലോട്ട് ഒരു ലൈറ്റ് പതിക്കുമ്പോൾ എ പോർഷൻ ഓഫ് ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്, ഒരു പോർഷൻ ഓഫ് ദ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു, ഒരു കുറച്ച് പോർഷൻ അബ്സോർബ് ചെയ്യുന്നു. എ പോർഷൻ ഓഫ് ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ മീഡിയം ആൻഡ് ദ റിമൈനിങ് ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പം ഒരു മീഡിയത്തിനകത്തിലോട്ട് ലൈറ്റ് ഫോളോ ചെയ്യുമ്പം കുറച്ച് റിഫ്ലക്ട് ചെയ്തു പോകും, കുറച്ച് ആ സാമ്പിൾ അബ്സോർബ് ചെയ്യും, ബാക്കി ഉള്ള ഭാഗം ആ സാമ്പിളിൽ കൂടെ കയറി ഇപ്പുറത്ത് പോരും. അതായത് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്, ദാറ്റ് ഈസ് I0. I0 ആണ് ഇവിടെ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റിന്റെ ഇന്റൻസിറ്റി എങ്കിൽ അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയില്ലേ, പകുതി ഒരു പോർഷൻ റിഫ്ലക്ട് ചെയ്തു പോയി, ദാറ്റ് ഈസ് IR. ഒരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു വന്ന് IT, ഒരു പോർഷൻ അബ്സോർബ് ചെയ്തു IA. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് I0 ഈസ് ഈക്വൽ ടു ദ റിസൾട്ടന്റ് ഓഫ് IR, IT ആൻഡ് IA. ഇനി നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിന്റെ ക്യുവറ്റിലാണെങ്കിൽ, ക്യുവറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാമ്പിൾ എടുക്കുന്ന ഒരു ചെറിയ സെല്ലാണ്. അപ്പം എയർ ഗ്ലാസ് ഇന്റർഫേസിൽ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 4% ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാം ഈ ഒരു ടേമിനെ. അപ്പം സോ I0 is for എയർ ഗ്ലാസ് ഇന്റർഫേസ് I0 is equal to IT plus IA എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ അങ്ങ് കളഞ്ഞു. അപ്പം ഈ ഇതിന്റെ തിയറി അപ്പൊ പറഞ്ഞത് ഒരു മീഡിയത്തിനകത്തിലോട്ട് വന്ന് ലൈറ്റ് ഫോളോ ചെയ്താൽ റിഫ്ലക്ട് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, അബ്സോർബ് ചെയ്യാവുന്ന. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നമ്മുടെ സ്പെക്ട്രോഫോട്ടോമെട്രിയുടെയും കളറിമെട്രിയുടെയും തിയറി അത് തന്നെയാണ്. ഇനി ഈ രണ്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററും കളറിമീറ്ററും പ്രവർത്തിക്കുന്നത് രണ്ട് ലോയുടെ ബേസിലാണ്. ആ ഒന്നാമത്തെ ലോ ആണ് ലാംബേർട്സ് ലോ, പിന്നെ ഒരെണ്ണം ബിയേഴ്സ് ലോ, പിന്നെ ഇത് രണ്ടിന്റെയും കൂടെ ഒരു കമ്പൈൻഡ് ലോ ഉണ്ട്. അപ്പൊ നമുക്ക് ലാംബേർട്സ് ലോ ആദ്യം നോക്കാം. പേരോ പഠിച്ചോണം നന്നായിട്ട്. ഇതാണ് ഈ ഒരു സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് കളറിമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിന്റെ ലോസ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് സ്പെക്ട്രോഫോട്ടോമെട്രി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. Lambert's law. The intensity of transmitted light decreases exponentially as the thickness of the absorbing medium increases arithmetically. The intensity of the transmitted light decreases arithmetically as the thickness of the absorbing medium increases arithmetically. നോക്കിക്കേ, IT is the transmitted light. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ലാംബർട്സ് ലോയിൽ പറയുന്ന ഇന്റൻസിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഡിക്രീസസ്, ഇവിടെ -KT എന്നല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി ആസ് ദ തിക്നെസ് ഓഫ് ദി absorbing medium increases arithmetically. That is, IT is equal to I0. I0 is the incident light. IT is equal to I0 into 10 raised to minus KT. Where I is the intensity of the transmitted light, I0 is the intensity of the incident light, K is the absorption coefficient, T is the thickness of the medium. Then നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. I0 എന്ന് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? I0 is equal to എങ്ങനെ എഴുതാം? I0 is equal to ഇവിടെ -KT അല്ലേ, അപ്പൊ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയാൽ IT into 10 raised to KT എന്ന് എഴുതാം. ഇനി നമുക്ക് I0 by IT എന്ന് എഴുതണമെങ്കിലോ I0 by IT എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ബുക്കിലോട്ടൊന്ന് എഴുതി നോക്കിയാൽ മതി. ഈക്വൽ ടു 10 raised to KT, സ്മോൾ KT. ഓക്കെ, ദെൻ നമുക്ക് ഈ രണ്ട് സൈഡിലും ലോഗ് എടുക്കാം, നാച്ചുറൽ ലോഗ് എടുക്കാം. അപ്പം ln
I0 by IT, natural log I0 by IT is equal to KT എന്ന് വരും, സ്മോൾ KT എന്ന് വരും. നമുക്ക് നാച്ചുറൽ ലോഗിനെ ബേസ് 10 മാറ്റുമ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2.303 log I0 by IT is equal to സ്മോൾ KT എന്ന് കിട്ടും. അതിന് നമുക്ക് 2.303 ഈ ഇതിപ്പോ ക്യാപിറ്റൽ ആണ് ഇട്ടേക്കുന്നത്. ക്യാപിറ്റൽ K എന്ന് പറഞ്ഞാല് സ്മോൾ K ഡിവൈഡഡ് ബൈ 2.303 ആ, മനസ്സിലായോ? അപ്പം ഈ നാച്ചുറൽ ലോഗിനെ മാറ്റാനായിട്ട് നമ്മൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിനോമിനേറ്ററിലാക്കും. എന്നിട്ട് ഈ സ്മോൾ K ഡിവൈഡ് ബൈ 2.303 എന്നുള്ളതിന് പകരം നമ്മൾ ക്യാപിറ്റൽ K എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഈ IT ബൈ I0 എന്ന് പറയുന്ന ടേം, IT ബൈ I0 ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന IT ബൈ I0 ഇനെയാണ് ട്രാൻസ്മിറ്റൻസ് T എന്ന് പറയുന്നത്. ഇനി ഈ ടേം ഉണ്ടല്ലോ ലോഗ് I0 ബൈ IT-നെയാണ് അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മറന്നു പോകരുത്. What is absorbance? Log I0 by IT or optical density. Optical density എന്ന് പറഞ്ഞാൽ absorbance എന്ന് പറഞ്ഞാലും സെയിം ആണ്. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ല, IT by I0 ആണ്. Next, Beer's law. The intensity of the transmitted light decreases exponentially as the concentration of the absorbing medium increases arithmetically. നോക്കിക്കേ, ഇവിടെ നമ്മൾ ലാംബർട്ട്സ് ലോയിൽ പറഞ്ഞത് IT is equal to I0 into 10⁻⁻ KT എന്നായിരുന്നു. ബിയേഴ്സ് ലോയിൽ Tക്ക് പകരം ഇവിടെ കോൺസെൻട്രേഷൻ ആണ്. അപ്പം അത് മറ്റേതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്തു. ലോഗ് I0 by IT is equal to KC എന്ന് കിട്ടി. ബിയേഴ്സ് ലോ, ലാംബർട്ട്സ് ലോ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈസ് ദ കമ്പൈൻഡ് ലോ. Beer-Lambert's law. IT is equal to I0 into 10⁻⁻ ECT. നമ്മളുണ്ടായിരുന്ന രണ്ടിടത്ത് K എന്നായിരുന്നു നമ്മൾ ഇതുവരെ കോൺസ്റ്റന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. കമ്പൈൻഡ് ലോ വന്നപ്പോൾ E എന്നുള്ള ഒരു ടേം കൊടുത്തു. E എന്നോ അല്ലെങ്കിൽ എപ്സിലോൺ എന്നൊക്കെ പറയും. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ലോഗ് I0 by IT is equal to ECT എന്ന് കിട്ടി. വേർ E is or E എന്നോ അല്ലെങ്കിൽ എപ്സിലോൺ. എപ്സിലോൺ എന്നാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേം. എപ്സിലോൺ ഈസ് കോൾഡ് ദ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. Epsilon is the molar extinction coefficient. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലോഗ് I0 by IT is the absorbance എന്ന. അബ്സോർബൻസിന് A എന്നുള്ള ഒരു ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ A is equal to epsilon CT, that is equal to minus of log T. That is absorbance എന്ന് പറയുന്നത് minus of log transmittance ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ പറയുക. ഇൻസിഡന്റ് ലൈറ്റ്, ക്യുവറ്റിനകത്ത് നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഈ ക്യുവറ്റിന്റെ ലെങ്ത് ആണ് L എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം തിക്നെസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ലെങ്ത് എന്ന് ഉപയോഗിക്കുന്നു, പാത്ത് ലെങ്ത്. അപ്പൊ ഇൻസിഡന്റ് ലൈറ്റ് ഒരു സാമ്പിൾ സൊല്യൂഷനകത്തിലോട്ട് വന്ന് പതിക്കുന്നു. ഇതാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഈ കാണിച്ചിരിക്കുന്നത്. ദി അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ യൂസ്ഡ് ഇൻ ദ എക്സ്പെരിമെന്റ്. അത് ഏത് ലോയാ? ബിയേഴ്സ് ലോ. ഇനി അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി proportional to the length of the light path, അല്ലെങ്കിൽ പാത്ത് ലെങ്ത്. അതെന്ന് പറയുന്നത് നമ്മുടെ തിക്നെസ് എന്ന് പറഞ്ഞ അതേ ടേം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് പകരം നമ്മൾ തിക്നെസ്സിന് പകരം, ഇത് തിക്നെസ് ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞതാണ് ഇവിടെ ലെങ്ത് ഓഫ് ദ ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് L. ദാറ്റ് ഈസ് അബ്സോർബൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലൈറ്റ് പാത്ത്. ദാറ്റ് ഈസ് ദ ലാംബർട്ട്സ് ലോ. നെക്സ്റ്റ് ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ലോ. A ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സോർബൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ആസ് വെൽ ആസ് ദി ലൈറ്റ് പാത്ത്. ദെൻ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് ദ എപ്സിലോൺ. അതാണ് നമ്മുടെ ബിയർ-ലാംബർട്ട്സ് ലോ. നമ്മുടെ ഇതിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. അബ്സോർബൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അബ്സോർബൻസ് വേഴ്സസ് കോൺസെൻട്രേഷൻ എന്നോ അല്ലെങ്കിൽ ഈ അബ്സോർബൻസിന് പകരം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നൊരു ടേം പഠിച്ചില്ലേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേഴ്സസ് കോൺസെൻട്രേഷൻ എന്നൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നതിനകത്തുനിന്ന്. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ASലൊക്കെ പഠിച്ചതുപോലെ തന്നെ നോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ അബ്സോർബൻസ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് അൺനോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലും അതുപോലെ തന്നെ നമ്മൾ അബ്സോർബൻസ് മെഷർ ചെയ്യുക. എവിടെ അബ്സോർബൻസ് എന്നിട്ട് ഇങ്ങോട്ട് പിന്നെ പ്ലോട്ട് ചെയ്യുക. അബ്സോർബൻസ് എടുത്തിട്ട് നമുക്ക് അതിന്റെ നേരെയുള്ള കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കിയാൽ കിട്ടും. ഇനിയും ആപ്ലിക്കേഷൻസ് അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. പിന്നെ ലൈറ്റ് ഇന്റൻസിറ്റി അറ്റ് ഡിഫറെന്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് കളറിമെട്രിയും നോക്കിക്കോണം. ഡിറ്റർമിനേഷൻ ഓഫ് pH ഓഫ് ദ സൊല്യൂഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് അമോണിയ, നൈട്രൈറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, സിലിക്കേറ്റ്സ്, സൾഫേറ്റ്സ് എക്സെട്ര.
ഇതിന് രണ്ടിന്റെയും ആപ്ലിക്കേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബിയർ-ലാംബേർട്സ് ലോ ആണ്. ബിയർ ലോയും ലാംബേർട്സ് ലോ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിയർ-ലാംബേർട്സ് ലോയും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് എന്താണ്